ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പഞ്ചായത്ത് സീസൺ 3 ഇറങ്ങി. അടിപൊളി സീസണാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ക്രെഡിറ്റ്സ് കൊടുക്കുക TVF എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിക്കായിരിക്കും. അവരുടെ ഇതുവരെ അറിയുന്ന എല്ലാ സീരീസിനും ഒരു മിനിമം ഗ്യാരണ്ടി അവർ തരുന്നുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കോട്ട ഫാക്ടറി കണ്ടു, സീസൺ 3. അതും ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്ത ഒരു സീരീസാണ്. അതിൻ്റെ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പ്. അതുപോലെ തന്നെ ഒരു രസകരമായ ഒരു സീസൺ തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഇപ്പോൾ സീസൺ 3 ഇറങ്ങിയത്. പണ്ട് നമ്മൾ ദൂരദർശനിൽ കണ്ടതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൂരദർശനിൽ കണ്ടതിന് ആ നൊസ്റ്റാൾജിക് ഫീലൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സീരീസാണ് പഞ്ചായത്ത്. ഈ പ്രാവശ്യവും അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ സജീവമായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ജിതേന്ദ്ര കുമാർ, ആൾ കോട്ട ഫാക്ടറിയിൽ തന്നെ ഭയങ്കര ഒരു കരിഷ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ സീരീസിനെ. അതുപോലെ തന്നെയാണ് ഈ പഞ്ചായത്തിൻ്റെയും ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ ഘടകം അയാൾ തന്നെയാണ്. പിന്നെ ഉണ്ട് നമ്മുടെ രഘുബീർ യാദവ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, പ്രഹ്ലാദ് എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച ആൾ, അവരൊക്കെ നല്ല ആക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ എസൻസ്. ശരിക്കും പറഞ്ഞാൽ അവർ അഭിനയിക്കുന്ന രീതിയും ഒരു രക്ഷയില്ല. പ്രഹ്ലാദ് എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ സ്റ്റോറി നമ്മൾ സീസൺ 2 കണ്ടിരുന്നു, ആളുടെ മകൻ മരിച്ചിട്ടുള്ള ആ എപ്പിസോഡ്. പക്ഷേ എനിക്കത് ഒരു ട്രാക്ക് മാറുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു സെൻറ്റി ട്രാക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സെൻറ്റി ട്രാക്കിനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്തത് ഒരു രക്ഷയില്ല. നല്ല ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ആളുടെ അഭിനയവും, പ്രഹ്ലാദ് എന്ന് പറഞ്ഞാൽ ആളുടെ അഭിനയവും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പുള്ളിക്കാരിയുണ്ട്, 80 വയസ്സിന് മേളിലുള്ള ഒരു പുള്ളിക്കാരിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആൾ ഇതിനേക്കാൾ മുമ്പ് 2-3 സ്ഥലത്ത് ഓഡീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് പുള്ളിക്കാരിനെ സെലക്ട് ചെയ്തിട്ട് ആൾ അഭിനയിച്ചിരിക്കുന്ന രീതി, ആ റോള് നല്ല പെർഫെക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രഹ്ലാദും ആ പ്രായ പുള്ളിക്കാരി തമ്മിലുള്ള കോംബോ സീനുണ്ട്, അത് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹ്യൂമർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ MLA അവർ തമ്മിലുള്ള ക്ലാഷ്, പുതിയ സജീവ് വരുന്നത്, അയാൾ ഓടിക്കുന്നത്, അതൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വികാസ് എന്ന ക്യാരക്ടർ, എനിക്ക് വികാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ തുടക്കം കാണുമ്പോൾ അത് ഓവർ ആക്ടിങ് പോലെ എനിക്ക് തോന്നിയിരുന്നു വികാസ് എന്ന ക്യാരക്ടർ. പക്ഷെ ആ വികാസ് ആ ക്യാരക്ടർ നല്ല രസമായിട്ട് പിന്നീട് ആ ഫ്ലോ കളയാതെ അതേ മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഓപ്പോസിഷൻ ലീഡറുമായിരുന്നു നമ്മുടെ സെക്രട്ടറിയുടെ അഗേൻസ്റ്റായിട്ട് ഓപ്പോസിഷൻ നിൽക്കാൻ പോകുന്ന, എപ്പോഴും സംസാരിക്കുന്ന ആളുടെ ആക്ടിങ്ങും ഒരു രക്ഷയില്ല. നമ്മൾ ക്രിക്കഡായിട്ട് തോന്നിയെങ്കിലും ചെറിയൊരു പൊട്ടനാണോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഭയങ്കര രസകരമായ ആക്ടിങ്ങാണ് അയാൾക്ക്. അയാളുടെ കൂടെ നടക്കുന്ന 2 കഥാപാത്രങ്ങൾ, അതും ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കും എന്തൊക്കെയോ കുറവ്, ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ നന്നായിട്ട് അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അവരുടെ ആക്ടിങ്ങിലൂടെ. ഈ സീരീസിൽ വേറെ ഒരു പ്ലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നായകൻ, നമ്മുടെ ജിതേന്ദ്ര അഭിനയിക്കുന്ന ആ ക്യാരക്ടറും പിന്നെ നമ്മുടെ നായിക ആയിട്ടുള്ള ഒരു ട്രാക്ക്, അതും നല്ല രസമായിട്ട് ഭയങ്കര ക്യൂട്ട് ആ ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഫ്രണ്ട്സ് വരുന്നതും അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട് അവരുടെ എന്താ പറയുക കെമിസ്ട്രി കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നീന ഗുപ്തയുടെ സൈഡാണ്. നീന ഗുപ്തയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ്, ഒരു രക്ഷയില്ല. പക്ഷെ ഒരു ഫാക്ടർ തന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിലാണ്. ഭയങ്കര ഓവർ മേക്കപ്പായിട്ട് തോന്നി. മോൾക്ക് പോലും അത്രത്തോളം മേക്കപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മോൾക്കില്ലാത്ത മേക്കപ്പിന് അമ്മ ഇട്ട് വെളുപ്പിച്ച് നടക്കുന്നത് എനിക്കത് സൂട്ടാവുണ്ടായില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദൃശ്യത്തിൽ ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ മീനയുടെ മേക്കപ്പ് നമുക്ക് താഴ്ത്താൻ പറ്റില്ല. പുള്ളിക്കാരി അത് ആക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു നാടൻ ക്യാരക്ടറാക്കാൻ വേണ്ടിയിട്ട് മീനനെ മേക്കപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. സമ്മതിക്കില്ല, പുള്ളിക്കാരിക്ക് അങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണോ എന്നറിയില്ല നീന ഗുപ്തയുടെ സ്വഭാവം. പിന്നെ ഒരു കാണിക്കുന്ന ടെറേനും കാര്യങ്ങളും റിലേറ്റഡ് അല്ല മേക്കപ്പ്. പുള്ളിക്കാരി ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് ഡ്രസ്സ് ആണെങ്കിൽ സാധാ നാടൻ ഡ്രസ്സും. അപ്പോൾ അത് മാത്രം ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം മൊത്തം തന്നെയാണ്. എല്ലാവരും ക്യാരക്ടേഴ്സും ആക്ടിങ്ങും മേക്കിങ്ങും എല്ലാം സൂപ്പർ സീരീസാണ്. പിന്നെ ഓരോ യോജനകൾ വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നതും അത് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നതും അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല ഒരു കൂൾ സീരീസാണ് പഞ്ചായത്ത്. ഈ ബാക്കി 2 സീസണിലെ പോലെ തന്നെ 8 എപ്പിസോഡാണ് ഇതിലും ഉള്ളത്. ആ 8 എപ്പിസോഡിൽ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നല്ല രസമാണ് അതിൻ്റെ ക്യാമറ വർക്കും കളർ ഗ്രേഡിങ്ങും. നമുക്ക് ശരിക്കും ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും. എന്തായാലും കണ്ടുകൊണ്ട് ഒരു കൂൾ
സീരീസ് തന്നെയാണ് പഞ്ചായത്ത്. നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. നല്ല ഒരു വേറൊരു ടെറൈനാണ് കാണിക്കുന്നത്. നല്ല രസമായിട്ടാണ് നമ്മളത് ആസ്വദിക്കുക. ഞാനൊരു റെക്കമെൻഡബിൾ സീരീസാണ് പഞ്ചായത്ത്. പ്രൈമിലാണ് അവൈലബിൾ. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. നിങ്ങളും ഈ സീരീസ് കണ്ടതാണെങ്കിൽ അതിൻ്റെ അഭിപ്രായവും മെൻഷൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.